ഇന്ന് രാവിലെ തന്നെ ആമസോൺ ചേട്ടൻ ഒരു പാർസലൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് തന്നെയാണ്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തുറന്നു നോക്കൽ കുറച്ച് കഷ്ടം തന്നെയായിരുന്നു. അടുത്തിരിക്കുന്നത് ആരാ? നമ്മുടെ ടോട്ടോ ചേട്ടനല്ലേ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നല്ല വെള്ളപ്പവും ചിക്കൻ സ്റ്റൂവും ഒക്കെ ആയിരുന്നു കേട്ടോ. ചിക്കൻ സ്റ്റൂ ഞങ്ങൾ പാരഗണിൽ ഓർഡർ ചെയ്തതായിരുന്നു. വെള്ളപ്പം വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. ഇന്ന് ശനിയാഴ്ച അതുകൊണ്ട് തന്നെ സ്കൂളില്ലാത്തതുകൊണ്ട് ഇന്ന് മഞ്ചേരിയിലൊന്ന് പോകുന്നുണ്ട്. നാളെ തിരിച്ച് മടങ്ങി വരികയും ചെയ്യും കേട്ടോ. 2-3 ദിവസത്തെ തുണി മടക്കി വെച്ചതൊക്കെ എടുത്തു വെക്കാനുണ്ട്. ഇത് എൻ്റെ വീട്ടിലെ എൻ്റെ ഡംപിങ് റൂമാണ് കേട്ടോ. ആക്ച്വലി ഇത് കിഡ്സ് റൂമാണ്, പക്ഷെ ഡംപിങ് റൂമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിലരുടെ വീട്ടിലൊക്കെ ചിലർക്ക് ഒരു ഡംപിങ് ചെയർ ഒക്കെ ഉണ്ടാവും, ഞാൻ കേട്ടിട്ടുണ്ട്, ഈ തുണികളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ വീട്ടിലൊരു സ്പെഷ്യൽ റൂം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വീട് വൃത്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ കഷ്ടപ്പെട്ട് എല്ലാം എടുത്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ റൂമൊക്കെ വൃത്തിയാക്കി തിരിച്ചു വന്നപ്പോൾ ഈ ഡൈനിങ് ടേബിൾ പിന്നെ ഡെയിലി എനിക്ക് തന്നെയാണ് പണി. പക്ഷെ ഇതൊരു അക്ഷയപാത്രം പോലെ ഇത് വീണ്ടും നിറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ. പക്ഷെ ഇത് എടുത്തു വെച്ച് ഇത് എനിക്കിപ്പോൾ ഭയങ്കര നിസ്സാരമായ പണികളായിട്ട് മാറിയിരിക്കുകയാണ്. വീണ്ടും ഇതാ കുറച്ച് തുണികളും കൂടി മടക്കി വെക്കാനും എടുത്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസത്തിനാണെങ്കിലും ഞാൻ വലിയ പെട്ടി തന്നെ എടുക്കും കേട്ടോ. ഇനി അഥവാ 2 ദിവസം നിൽക്കേണ്ടി വന്നാൽ നമുക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ലല്ലോ. എക്സ്ട്രാ ഒരു 2 ഡ്രസ്സ് ഞാൻ എപ്പോഴും കരുതും. അത് അങ്ങനെയല്ലേ വേണ്ടത്. വീട്ടിലേക്കാണ് പോകണമെന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളെ ഡ്രസ്സ് പാക്ക് ചെയ്യലും വീട്ടുപണിയും എത്ര എളുപ്പമല്ലേ നമ്മളെ പണികളൊക്കെ തീരുക. ടോട്ടോക്കും കൂടി നമ്മളെ ഡിക്കിയിൽ കയറി ഇരുന്നാൽ കൊള്ളാമെന്നുണ്ട്. ഞാനങ്ങനെ ഡ്രൈവിംഗ് സീറ്റ് തുറക്കലും ടോട്ടോ കയറലും ഒരുമിച്ചായിരുന്നു കേട്ടോ. സുജി ഓഫീസിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നേരെ മഞ്ചേരിയിലോട്ടല്ല, ഞാൻ അരീക്കോട് പോയി താത്താനെ കൂട്ടിയിട്ട് മഞ്ചേരിയിലോട്ട് പോകണം കേട്ടോ. ഓളില്ലാതെ എനിക്കെന്താ ആഘോഷം? അങ്ങനെയല്ലേ വേണ്ടത്.